നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിദാരുണമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കർണാടകയിൽ കക്ക വാരാനിറങ്ങിയ 10 പേർ മുങ്ങി മരിച്ചു. ഉത്തര കന്നഡയിലെ ഭട്കലിൽ വെങ്കടാപുര ആൽക്വെക്കോടി അഴിമുഖത്താണ് ഈ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. മരിച്ച 10 പേരിൽ 5 പേർ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. 7 പേർ സ്ത്രീകളാണ്. കാണാതായ ഒരാൾക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. രക്ഷപ്പെടുത്തിയ 3 പേരെ മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് വെള്ളം ഉയർന്നതാണ് അപകട കാരണമെന്ന് പോലീസ് സൂപ്രണ്ട് ദീപൻ പറഞ്ഞു. ഇവരൊക്കെ തന്നെ കക്ക വാരാൻ സാധാരണ ഇറങ്ങാറുള്ളതാണ്. ഈ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് മുൻപരിചയമുള്ള വ്യക്തികൾ കൂടിയാണ്. ലക്ഷ്മി മാധേവ് നായിക്ക്, ലക്ഷ്മി ശിവറാം നായിക്ക്, മാലതി ചട്ടപ്പ, മസ്തമ്മ, ലക്ഷ്മി അന്നപ്പ, ജ്യോതി, ഉമേഷ് എന്നിവരടങ്ങുന്ന 10 പേരാണ് മരിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടക സർക്കാർ 5 ലക്ഷം രൂപ വീതമാണ് ധനസഹായം നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. രാവിലെ സാധാരണ പോലെ തന്നെ കക്ക ശേഖരിക്കുന്നതിനായി സംഘം പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ രീതിയിലൊന്നും തന്നെ പുഴയിൽ വെള്ളമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവരിറങ്ങിയ സമയത്ത് പെട്ടെന്ന് ശക്തമായ വേലിയേറ്റം ഉണ്ടാവുകയും പുഴയിലെ ജലനിരപ്പ് നിമിഷങ്ങൾക്കുള്ളിലാണ് അതിവേഗം ഉയർന്നത്. ഈ ഒരു സമയത്ത് ഇവർക്ക് കരയിലേക്ക് കയറാനായിട്ട് സാധിച്ചില്ല. കക്ക വാരാനായി പരസ്പരം കൈകൾ കോർത്തു പിടിച്ചാണ് ഇവർ നദിയിലേക്ക് ഇറങ്ങിയത്. സാധാരണ അങ്ങനെയാണ് ഇറങ്ങാറുള്ളത്. 10 പേരും കൈകൾ കോർത്തു പിടിച്ചാണ് നദിയിലേക്ക്. 10 പേരല്ല, മരിച്ചത് 10 പേരാണ്. ഈ രക്ഷപ്പെട്ടിട്ടുള്ള മറ്റു 3 പേരും കാണാതായിട്ടുള്ള ഒരാളും ഇവരെല്ലാം കൂടെ കൈകൾ പരസ്പരം കോർത്തു പിടിച്ചാണ് പതുക്കെ നദിയിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ശക്തമായ മഴയെ തുടർന്ന് നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഇവർ 10 പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കടലിൽ നിന്നുണ്ടായ വേലിയേറ്റവും ഇവർ ഒഴുക്കിൽപ്പെടാൻ കാരണമായിട്ടുണ്ടാകാമെന്നാണ് പോലീസ് പറയുന്നത്. പ്രദേശവാസികൾക്ക് പുറമെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, സ്കൂബ ഡൈവർമാർ, പോലീസ് എന്നിവർ സംയുക്തമായാണ് പുഴയിൽ തിരച്ചിൽ നടത്തിയത്. നാഗരത്ന, മഹാദേവി എന്നിവർ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മണിപ്പാലിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ. കാണാതായവർക്കുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തെ അങ്ങേയറ്റം ദൗർഭാഗ്യകരവും ഹൃദയഭേദകവുമെന്നാണ് എസ് സിദ്ധരാമയ്യ വിശേഷിപ്പിച്ചത്. മരണവാർത്ത അറിഞ്ഞപ്പോൾ തനിക്ക് അതിയായ വേദനയുണ്ടായെന്നും മരിച്ചവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാനുഷിക പരിഗണന നൽകി ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ചിലരെ കാണാതായിട്ടുണ്ടെന്നും തീവ്രമായ തെരച്ചിൽ തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ രക്ഷാപ്രവർത്തകരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തുടരുകയാണ്. കാണാതായവരെ സുരക്ഷിതരായി കണ്ടെത്താനും അവരുടെ കുടുംബങ്ങളുമായി വീണ്ടും ഒന്നിപ്പിക്കാനും കഴിയുമെന്ന് മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ 8 പേരുടെ മരണവാർത്തയായിരുന്നു സ്ഥിരീകരിച്ചിരുന്നത്. പിന്നീടാണ് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. അങ്ങനെയാണ് 10 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും പരിക്കേറ്റവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സാ ചെലവുകളും കർണാടക സർക്കാർ വഹിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അപകട സ്ഥലം സന്ദർശിക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും സംസ്ഥാന മന്ത്രി മംഗൾ വൈദ്യയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തര കന്നഡയിലെ തീരദേശ മേഖലയെ ഈ ദുരന്തം ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു കുടുംബത്തിലെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ നാട്ടുകാരും ദുഃഖത്തിലാണ്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും അധികൃതർ തുടരുകയാണ്. അതേസമയം ജില്ലാ ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്.